നോക്കിതാ തിരുവനന്തപുരത്ത് കളം പിടിച്ചിരിക്കുന്നു, കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു BJP. കൊട്ടിക്കലാശം ആവേശമാക്കാനാണ് ശാസ്തമംഗലത്തെ നേതാക്കൾ തയ്യാറെടുക്കുന്നത്. ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ റോഡ് ഷോയ്ക്കൊപ്പം സുനിഷ ചേരുകയാണ്. സുനിഷ, ഈ അവസാന ലാപ്പിൽ BJPയുടെ കൊട്ടിക്കലാശം, അതിന്റെ സജ്ജീകരണങ്ങൾ എങ്ങനെയുണ്ട്? റോഷ്നി, ഇതാ സജ്ജീകരണങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥി എത്തുന്നതോടുകൂടി റോഡ് ഷോക്കൊക്കെ തുടക്കമാകുമെന്നുള്ളതാണ്. ഇതാ സ്ഥാനാർത്ഥിക്ക് സഞ്ചരിക്കാനുള്ള വാഹനമെല്ലാം നേരത്തെ തന്നെ കൊടിത്തോരണങ്ങൾ കെട്ടി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം BJPക്കുള്ള ഒരു പ്രസ്റ്റീജ് മത്സരം തന്നെയാണ് ഇത്. അഭിമാന പോരാട്ടമാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJP പിടിക്കുമെന്ന് ഒറ്റ സ്വരത്തിൽ പറഞ്ഞതാണ് പലയിടത്തു നിന്നും നമ്മൾ കണ്ടത്. കഴിഞ്ഞ തവണ 35 സ്ഥാനമെങ്കിൽ അത് ഒരുപക്ഷെ ഒരു 17 വോട്ടെങ്കിലും കൂട്ടിയാൽ മാത്രമാണ് 50-ന് മുകളിലെത്തുക. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ചേട്ടാ, താമര വിരിയോ ഇത്തവണ? അടങ്ങുള്ളൂ. വിരിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് കാണാം, കൊടിതോരണങ്ങളൊക്കെ കെട്ടി ചെണ്ടമേളമൊക്കെ ആയി ആളുകൾ ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മേളത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഷ്നി, ഞാനുള്ളത് ഈ ശാസ്തമംഗലം വാർഡിന്റെ, അതായത് ശ്രീലേഖയ്ക്കുള്ള റോഡ് ഷോയുടെ തുടക്കത്തിലാണ്. ഇത് ആദ്യഘട്ടത്തിൽ ബൈക്ക് റാലിയാണ്. ബൈക്കുകളെല്ലാം തയ്യാറായി എത്തിയിട്ടുണ്ട്. ചേട്ടാ, തയ്യാറാണോ? അവസാന പ്രചരണം തയ്യാറാണ്. വിജയിക്കും. 100-110%. തവണ കോർപ്പറേഷൻ പിടിക്കുന്നു തന്നെയാണോ? പിടിക്കും. ഒരു സംശയമില്ല. നമ്മൾ എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? റോഡ് ഷോക്കെല്ലാം എല്ലാം തയ്യാറായിട്ടുണ്ട്. എപ്പോ തുടങ്ങും? ഇപ്പൊ ഉടനെ ഒരു 5 മിനിറ്റിനകം നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു 5 മിനിറ്റിനകം സ്ഥാനാർത്ഥി എത്തുന്നതോടുകൂടി ഏതായാലും ഇത് അവസാന പരസ്യപ്രചരണത്തിന് ഏതായാലും തുടക്കമാകും. വലിയ റോഡ് ഷോ ഉണ്ട്. പിന്നീട് അങ്ങോട്ട് ശാസ്തമംഗലം ജംഗ്ഷനിലെത്തിയാൽ പിന്നെ അങ്ങോട്ട് കൊട്ടിക്കലാശമാണ് ഒരു 6 മണി വരെ. റോഷ്നി, ഏതായാലും ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു VIP വാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി വാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നിട്ട് നിന്ന ഒരു വാർഡാണ് ഈ പറയുന്ന ശാസ്തമംഗലം. സ്വാഭാവികമായും മുൻ DGP ശ്രീലേഖ ഇറക്കിക്കൊണ്ട് BJP ഈ വാർഡിൽ സ്ഥാനം ഉറപ്പിക്കുമെന്ന് പറയുമ്പോൾ ഈ LDF ആവട്ടെ UDF ആകട്ടെ അവരുടെ ഉറച്ച സ്ഥാനാർത്ഥികളെ തന്നെ, ഒരു ടെക്കിയെ, ഒരു യുവത്വത്തെ നിർത്തിക്കൊണ്ടായിരുന്നു LDF മുന്നിൽ നിന്ന് പോരാടുന്നത്. ഒപ്പം തന്നെ ജയിച്ച് വന്ന ചരിത്രമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് UDF ഈ ശാസ്തമംഗലത്ത് പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് എന്താകും ഈ ഒരു ദിവസം കഴിഞ്ഞ് വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ എന്താകുമെന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി ശ്രീലേഖ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. അതോടുകൂടി ഈ കൊട്ടിക്കലാശത്തിന്, ആദ്യം ബൈക്ക് റാലിക്കും പിന്നീട് അങ്ങോട്ട് കൊട്ടിക്കലാശത്തിനും തുടക്കമാകും. റോഷ്നി, ഏതായാലും അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് തയ്യാറായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അത്തരത്തിലുള്ള സജ്ജീകരണം. സ്വാഭാവികമായും ഒരു കേന്ദ്രീകൃതമല്ലാത്തതുകൊണ്ട് തന്നെ പല വാർഡുകൾക്കായി പലയിടങ്ങളിലാണ് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും ഓടിയെത്തുന്നതാണ്, എല്ലാ വിശേഷങ്ങളും അറിയിക്കുന്നതാണ്. ഏതായാലും റോഷ്നി, ഒരു കാര്യം കൂടി, നമ്മുടെ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നതായിരിക്കും മികച്ചതെന്ന് തോന്നുന്നു. മേഡം, നമ്മള് റോഡ് ഷോക്ക് പ്രതീക്ഷ അവസാന റോഡ് ഷോയിലായി എത്രത്തോളം ഒരു പ്രതീക്ഷ? 100%, 101%. വളരെ കൂടിയിട്ടില്ല. അവസാനവട്ട അതെ, ഏറ്റവും അവസാനത്തെ അല്ലേ? വളരെ ശുഭപ്രതീക്ഷയാണ്. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് റോഷ്നി ഉള്ളത്. ഏതായാലും വലിയ തരത്തിൽ ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇനി അങ്ങോട്ട് എല്ലായിടത്തും, ഇനിയിപ്പോ ഇത് ഇടപ്പഴിഞ്ഞിലാണ്. ഇടപ്പഴിഞ്ഞി തൊട്ട് ശാസ്തമംഗലം വരെ ഈ റോഡ് ഷോ നടക്കുമെന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അവിടെ വെച്ചായിരിക്കും കൊട്ടിക്കലാശം ഉണ്ടാവുക. ഏതായാലും വരുന്ന സമയങ്ങളിലും ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ കൊട്ടിക്കലാശങ്ങൾ എത്തിക്കുന്നതാണ്. റോഷ്നി, ഓക്കെ. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ കാഴ്ചകളാണ്. ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ പ്രതികരണം അടക്കം നമ്മൾ കേട്ടു. 101% പ്രതീക്ഷ എന്നാണ് പറയുന്നത്. വിജയപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് NDA ക്യാമ്പും കൊട്ടിക്കലാശത്തിനായി ഇറങ്ങിയിരിക്കുന്നു. കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.